നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് സാമ്പദേവൻ സാറാണ്. നമുക്ക് ചോദിക്കാം, പള്ളിയോടത്തിന്റെ വരവും എന്താണ് അതിന്റെ പിറകിലുള്ള ഐതിഹ്യം എന്നൊന്ന് പറയാമോ? ആറന്മുള ജലമേള ഏതാണ്ട് 7.5 നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമാർന്ന ഒരു ജലമേളയാണ് ആറന്മുളയത്. ഇത് ചില ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമായിട്ടും ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ഐതിഹ്യങ്ങൾ. ക്ഷേത്രത്തിലേക്ക് കാട്ടൂരിൽ നിന്ന് ഒരു തോണി വരുന്നതും ആ തോണിയിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് തിരുവോണ സദ്യ നടത്തുന്നതുമായൊരു ചടങ്ങുണ്ട്. ഇങ്ങനെ വരുന്ന തിരുവോണ തോണിക്ക് അകമ്പടി സേവിക്കുവാനാണ് ഈ പള്ളിയോടങ്ങളെന്ന് പറയുന്ന പ്രത്യേക ശില്പചാതുര്യമാർന്ന ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാട്ടൂർ മങ്ങാട്ടില്ലത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ എല്ലാ ആണ്ടിലും തിരുവോണ നാളിൽ ഒരു ബ്രാഹ്മണകുമാരന് സദ്യ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നുവെന്നും ഒരു കൊല്ലം ബ്രാഹ്മണകുമാരന്മാരെ ആരെയും കാണാതെ ഭട്ടതിരി വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഒരു ബാലനായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് സദ്യ കൊണ്ടുവെന്നും ഇനിയുള്ള വർഷങ്ങളിൽ സദ്യ വിഭവങ്ങൾ ആറന്മുളയിൽ എത്തിച്ചാൽ മതി എന്ന് അരുളി ചെയ്ത് മറഞ്ഞുവെന്നും ഐതിഹ്യം പറയുന്നു. അങ്ങനെ സദ്യ വിഭവങ്ങളുമായി കാട്ടൂരിൽ നിന്ന് തിരുവോണത്തോണി തിരുവോണത്തിനാൾ തലേദിവസം രാത്രി യാത്ര പുറപ്പെട്ട് പമ്പാനദിയിൽ കൂടി ആറന്മുള ക്ഷേത്രത്തിലെത്തുകയും കാലത്ത് വിഭവങ്ങൾ ക്ഷേത്രത്തിലെത്തിക്കുകയും ചെയ്യുന്ന പതിവ് നൂറ്റാണ്ടുകളായി തുടർന്നു വരും. ഒരു വർഷം ഈ തിരുവോണത്തോണിയെ ചില കൊള്ളക്കാർ ആക്രമിക്കുകയുണ്ടായി. അത് സംരക്ഷിക്കാനായി പമ്പാനദിയുടെ ഇരുകരകളിലുള്ള കരക്കാർ ചെറുവള്ളങ്ങളുമായി എത്തുകയും തിരുവോണത്തോണിയെ സംരക്ഷിച്ച് ക്ഷേത്രത്തിലെത്തിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. ഇതിനെ തുടർന്ന് ഈ തിരുവോണത്തോണി സംരക്ഷിച്ചു കൊണ്ടുവരാനായി പ്രത്യേക യുദ്ധമുറയിലുള്ള ആകൃതിയോടുകൂടിയ പള്ളിയോടങ്ങൾ ഉണ്ടാക്കുകയും ആ പള്ളിയോടങ്ങൾ ഇന്നും ഈ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ച് രാത്രികാലങ്ങളിൽ ഉത്തരാടത്തുനാൾ ആറന്മുളയിലെത്തുന്നുമുണ്ട്. ഈ പള്ളിയോടങ്ങളെ പൊതുജനങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി പ്രതിഷ്ഠാദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ ഒരു ജലമേള പിന്നീട് സംഘടിപ്പിക്കുകയുണ്ടായി. ആ ജലമേളയുടെ പരിണിത രൂപമാണ് ഇന്ന് നമ്മൾ കാണുന്ന ആറന്മുള ഉത്രട്ടാതി ജലമേള. ഇപ്പോൾ ഇവിടെ 50 പള്ളിയോടങ്ങളാണ് ഈ ജലമേളയിൽ പങ്കെടുക്കുന്നത്. ഇത് കരക്കാരുടെ വകയാണ്. ചുണ്ടൻ വള്ളങ്ങൾ എന്നതിനെ പറയാൻ കഴിയുകയില്ല. കാരണം ഇതിൻ്റെ ആകൃതിക്കും അതിൻ്റെ രൂപത്തിനും അതിലുപയോഗിക്കുന്ന പാട്ടിനും തുഴച്ചിലിനും ഒക്കെ തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ബഹുമാന പുരസ്സരം പള്ളിയോടങ്ങളെന്ന് വിളിക്കുന്നു. ഈ പള്ളിയോടങ്ങൾക്ക് സദ്യ നൽകുന്ന ഒരു വഴിപാട് ഇവിടെയുണ്ട്. ഇഷ്ടകാര്യ ലബ്ധിക്കും വിശിഷ്യ സന്താന ലബ്ധിക്കും അതുപോലെ സർപ്പദോഷങ്ങൾ അകറ്റുന്നതിനും മറ്റുമായി ആറന്മുള ക്ഷേത്രത്തിൽ വെച്ച് ഈ പള്ളിയോടങ്ങളിലെ കരക്കാരെ ക്ഷണിച്ചു വരുത്തി നാദസ്വരവും താലപ്പൊലിയൊക്കെയുമായി സ്വീകരിച്ച് വഞ്ചിപ്പാട്ട് പാടി ഭഗവാനെ സ്തുതിച്ച് ഊട്ടുപുരയിൽ അവരാവശ്യപ്പെടുന്ന എന്ത് വിഭവവും നൽകി സദ്യ നൽകുന്നതിനെയാണ് ആറന്മുള സദ്യ എന്ന് പറയുന്നത്. അതിൻ്റെ വിഭവങ്ങളെന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം. ഇപ്പോൾ ജൂലൈ 30 മുതൽ ഒക്ടോബർ 2 വരെയുള്ള കാലയളവിലാണ് പ്രധാനമായിട്ടും വള്ളസദ്യകൾ നടക്കുന്നത്. ഈ വള്ളസദ്യകൾ കൂടാതെ ഭഗവാന്റെ ശ്രീകൃഷ്ണ ജയന്തി നാളിൽ അഷ്ടമിരോഹിണി സദ്യയും നടക്കുന്നുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷം ആളുകൾ ആറന്മുള ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രാങ്കണത്തിൽ വിഭവസമൃദ്ധമായ സദ്യയിൽ പള്ളിയോട കരക്കാരോടൊപ്പം തന്നെ പങ്കെടുക്കുകയും ചെയ്യുന്ന ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ സദ്യയാണ്. ഉത്രട്ടാതി നാളിൽ നടക്കുന്ന ജലമേളയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പമ്പയുടെ ഇരുകരകളിലും ആറന്മുള ജലമേള കാണുവാൻ എത്തുന്നുണ്ട്. വിശിഷ്ട വ്യക്തികളും അന്നേ ദിവസം എത്തുന്നുണ്ട്. ഈ ജലമേള ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമാറുന്നതുകൊണ്ടും അത് പാരമ്പര്യ രീതിയിൽ തന്നെ ഇന്ന് തുടരുന്നതിനും ഇതിൻ്റെ സംഘാടക സമിതിയായ പള്ളിയോട സേവാ സംഘം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ക്ഷേത്രത്തിന്റെ കടവിലാണ് നിൽക്കുന്നത്. പള്ളിയോട് സംഘവും വഴിപാടുകാരും ചേർന്ന് വള്ളക്കാരെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കൈതോഴുന്നേ പത്തുദിക്കും തങ്കലാ
വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു നിലവിളക്കിന് മുമ്പിൽ 64 കറികളടങ്ങിയ വിഭവങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതൊരു സങ്കല്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വള്ളത്തിൽ വരുന്ന ആൾക്കാരെ ഭഗവാന് തുല്യമാണ് കാണുന്നത്. അവരെന്ത് ചോദിച്ചാലും ഇവർ കൊടുക്കണം, കാരണം ഭഗവാനാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതിവർ ചോദിക്കുന്നത് വള്ളപ്പാട്ടിന്റെ ഈണത്തിലാണ്. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ പറയാം. ഞാൻ ആദ്യം വള്ളത്തിൽ ഭക്തിയോടെ ഭഗവാൻ അവൽ പോതിയേ ഭക്തിയോടെ നൽകിയൊരു അവൽ പോതിയേ ഭക്തിയോടെ നൽകിയൊരു അവൽ പോതിയേ മേളമാർന്നുള്ളൊരു ഊണിൽ നിന്ന് കേളിയാർന്നുള്ളൊരു കാളനിപ്പോൾ അളങ്കമഞ്ഞേ അത് കൊണ്ടുവന്ന് വിളമ്പിടേണാമിക ബന്ധിതോറും ചേനപ്പാടി രാമചാരുടെ പാളത്തൈര് പെരുത്ത മാളിക മേലെ നിരത്തി തോരണം തൂക്കി പെരുത്ത മാളിക മേലെ നിരത്തി തോരണം തൂക്കി പെരുത്ത മാളിക മേലെ നിരത്തി തോരണം തൂക്കി ഇരുത്തി സദ്യയും നന്നായിരുത്തി സദ്യയും നന്നായിരുത്തി സദ്യയും നന്നായി
അപ്പോൾ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റിയും വള്ളസദ്യയെപ്പറ്റിയും നമ്മൾ കേട്ടറിഞ്ഞു കണ്ടറിഞ്ഞു. അപ്പോൾ ഇപ്പം എന്തായാലും എനിക്ക് പോകാനുള്ള സമയമായി. വൺ TV യുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.